ഹലോ ഗുഡ് ഈവനിങ്. മാർക്കറ്റ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് റീറ്റെയിലേഴ്സ് ഏത് രീതിയിലോട്ടാണ് മാർക്കറ്റിലോ ഫേവറായിട്ട് വർക്ക് ചെയ്യണം. മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഫോളോ ചെയ്യണം, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ അപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലാണോ അതിന് എഗെയിൻസ്റ്റാണ് മാക്സിമം ടൈം മാർക്കറ്റിൽ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് മാർക്കറ്റ് സൈക്കോളജി. സോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നാളെ ഡേറ്റ് 19th May 2026. നാളെ നമുക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മാർക്കറ്റിൽ എക്സ്പയറി ഡേ ആണ്. നിഫ്റ്റി ഇൻഡെക്സിൽ വീക്കിലി എക്സ്പയറി ആണ്. സോ ആ കണ്ടീഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുമ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഇന്നത്തെ ഡാറ്റ നോക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ഗ്യാപ്പ് ഡൗൺ വരുമ്പോൾ മാർക്കറ്റിൽ ക്വിക്ക്ലി ട്രേഡ് എടുക്കരുത്, അതിൻ്റേതായിട്ടുള്ളൊരു ഇഷ്യൂ നമുക്ക് ക്രിയേറ്റ് ആവും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് എന്ത് ചെയ്തു? കുറച്ച് നേരം ഒന്ന് ഫോളോ കണ്ടിന്യൂ ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ഇനീഷ്യൽ റിക്കവറി മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാ ടെക്നിക്കൽ സിറ്റുവേഷനും കാര്യങ്ങളും മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ നാളെ നമുക്ക് വീക്കിലി എക്സ്പയറി ആണ്. അപ്പോൾ ഈ വീക്കിലി എക്സ്പയറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യും? ക്ലോസിംഗ് നോക്കും. മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 90% ചാൻസസ് മാർക്കറ്റിൽ എന്ത് ചെയ്യാനാണ്? മാർക്കറ്റ് ഒരു പിറ്റേ ദിവസം നെഗറ്റിവിറ്റി വരാനുള്ള ചാൻസാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. ഇത് വേറെ ഒരു പ്രോബബിലിറ്റി തിങ്കിങ് ആണ്. വേറെ ഒരുപാട് റീസൺസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് എക്സ്പയറിയുടെ നിഫ്റ്റിയിലാണ് നമുക്ക് എക്സ്പയറിയുടെ അതായത് ആ ഒരു ഇൻഡെക്സിനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്തു, ഓപ്പൺ ക്യാൻഡലിലെ മാർക്കറ്റ് ഡയറക്റ്റ്ലി ബ്രേക്ക് ഔട്ട് ചെയ്തു. ആൻഡ് അവിടെ രണ്ട് കാര്യം നടന്നു. ഒന്ന് റൗണ്ട് നമ്പർ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്, ഓപ്പൺ റേഞ്ചും ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഡബിൾ അതായത് ഒരു കൺഫർമേഷനാണ് റീറ്റെയിലേഴ്സിന്. അതിനുശേഷം മാർക്കറ്റ് റീടെസ്റ്റും കൊടുത്തു. റീടെസ്റ്റ് കൊടുക്കണമെന്ന് തന്നെ മാർക്കറ്റിന് എന്താ വെച്ചാൽ ഫേവറായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് മാർക്കറ്റിൽ റീറ്റെയിലേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷന്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കും. മാർക്കറ്റിൽ നിന്നുണ്ട് ബയ്യർ ഇരിക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് അറ്റംപ്റ്റിൽ പ്രീവിയസ് ഡേ ക്ലോസിംഗ് റേഞ്ച് അറിയാലോ, മാർക്കറ്റ് ഒരു ഹയറിലോട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലോസിംഗ് റേഞ്ച് ഓർ സംതിങ് ഉണ്ടാകുമ്പോൾ മാർക്കറ്റിൽ എന്തുണ്ടാവും? സെല്ലർ എസ് എൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. ഡെഫിനറ്റ്ലി സെല്ലർ എസ് എൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റിൽ റാൻഡമായിട്ട് സെല്ലർ എസ് എൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയ ആൾക്കാരെ മാർക്കറ്റിൽ ലാസ്റ്റ് അറ്റംപ്റ്റിൽ കണ്ടാൽ അറിയാം നല്ലൊരു ഹൈ മൊമെൻറ്റത്തിൽ മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എസ് എൽ മാർക്കറ്റ് അവരെ എസ് എൽ ഹിറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിൽ നമ്മൾ മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഡെഫിനറ്റ്ലി സെല്ലർ എസ് എൽ മാർക്കറ്റിൽ എൻഡാണ്. ടെക്നിക്കലി ചാൻസസ് ഇല്ല. ഇനിയുള്ളത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് മാർക്കറ്റിൽ ഈ ലെവലിൽ മേലെ ചെയ്യുമ്പോൾ ഇവിടെ ബയ്യർ എസ് എൽ അവൈലബിലിറ്റി ഉണ്ട്. ആൻഡ് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആകുമ്പോൾ എന്തായാലും ബയ്യർ മാർക്കറ്റിൽ നിന്ന് പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാറത്തില്ല. അതൊരു ഇമ്പൾഷനാണ്. ഇനിയും മാർക്കറ്റിൽ ഓപ്പണിങ്ങിന് ശേഷം ബയ്യർ ക്രിയേറ്റ് ചെയ്യാനായിരിക്കും മോസ്റ്റ് ഓഫ് ദി ചാൻസ്. അപ്പോൾ ഇങ്ങനത്തെ 3-4 കൺഫർമേഷൻ്റെ സ്റ്റേജിലാണ് മാർക്കറ്റിൽ നമുക്ക് നാളെ ഫ്ലാറ്റ്, ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ, സെല്ലിംഗ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഇഗ്നോർ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹെവി ഗ്യാപ്പ് അപ്പ് വരുമ്പോഴാണ്. കാരണം ഹെവി ഗ്യാപ്പ് അപ്പിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റേഞ്ചിലൊക്കെ ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യണമെന്ന് ബയ്യർ മാർക്കറ്റ് എന്ത് ചെയ്യും? ഹൈലി പ്രോഫിറ്റബിൾ ആവും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യില്ല മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതൊരു കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് ട്രേഡ് മാർക്കറ്റിൽ മാനേജ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സിനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ സെയിം കണ്ടീഷനാണ് നമുക്ക് സെൻസെക്സിലും കിട്ടിയിട്ടുള്ളത്. കണ്ടാൽ മനസ്സിലാവും. മാർക്കറ്റ് വന്നു, ഓപ്പൺ റേഞ്ചിന് ബ്രേക്ക് ഔട്ട് ചെയ്തു, റീടെസ്റ്റ് എടുത്തു, ആൻഡ് അഗൈൻ റൗണ്ട് നമ്പറിനും ബ്രേക്ക് ഔട്ട് ചെയ്തു. മാർക്കറ്റിൽ ഈ ഒരു ലെവലിൻ്റെ മേലെ മാർക്കറ്റ് ഹോൾഡ് ചെയ്തു. ആൻഡ് ക്ലോസിംഗ് റേഞ്ചിന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു. ആ റിജക്ഷന് ശേഷം സെല്ലർ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ നോക്കിയത് കംപ്ലീറ്റ്ലി ഒരൊറ്റ 2-3 ഇമ്പൾഷൻ ക്യാൻഡലിൽ അവരെ കംപ്ലീറ്റ് എസ് എൽ ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് റീടെസ്റ്റോട് പോയിട്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ മുന്നൊരു റിയാക്ഷൻ ഇതുപോലെ ഞാൻ മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിയിലും എല്ലാത്തിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം ഒരു പാറ്റേൺ ആണ് ഇവിടെയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനും നാളത്തെ എക്സ്പയറി ഡേ കൺസിഡർ ചെയ്തിട്ട് മാർക്കറ്റിൽ ഫ്ലാറ്റ്, ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ, സെല്ലിംഗ് സെറ്റപ്പ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓവർ ഗ്യാപ്പ് അപ്പിൽ നമ്മൾ അൺപ്ലാൻഡ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്ലാറ്റ്, ഗ്യാപ്പ് ഡൗൺ, ഗ്യാപ്പ് അപ്പും ചെറിയ ഗ്യാപ്പ് അപ്പും നമുക്ക് ഓക്കെയാണ്. ആൻഡ് നെക്സ്റ്റ് സിനാരിയോ പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും സെയിം കണ്ടീഷനാണ്. ബാങ്ക് നിഫ്റ്റി നമുക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട് മാർക്കറ്റിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസിംഗ് റേഞ്ച് മാർക്കറ്റിൽ ഈ ഒരു ലെവലിൻ്റെ മിഡിൽ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ട്. ബട്ട് എന്നിരുന്നാലും മാർക്കറ്റിന് ഈ ഒരു കണ്ടീഷൻ ഒന്നുകൂടി ഫേവറാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുക, സെല്ലർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവർ എസ് എൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് മാർക്കറ്റിൽ ഈ ഓപ്പൺ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തായാലും ബയ്യർ മാർക്കറ്റിൽ ഉണ്ടാവും എന്തായാലും ഡെഫിനറ്റ്ലി. കാരണം നിഫ്റ്റിയും സെൻസെക്സിനെയും കണ്ടിട്ട് എന്തായാലും ബയ്യർ മാർക്കറ്റിൽ ഹോൾഡ് ചെയ്തിരിക്കും. അപ്പം ആ ഒരു കണ്ടീഷനുണ്ട്. ആൻഡ് അടിയിൽ റൗണ്ട് നമ്പറും ഉണ്ട്. അപ്പോൾ എന്തായാലും മാർക്കറ്റിൽ എന്തുണ്ടാവും? ഈ റീട്രേസ്മെൻറ്റിൽ മാർക്കറ്റിൽ ബയ്യർ കയറിയിട്ടുണ്ടാവും. ആൻഡ് ഓപ്പൺ ക്യാനിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ബയ്യർ ഉണ്ടാവും.
അപ്പോൾ ആ കണ്ടീഷനും ലാസ്റ്റ് അറ്റംപ്റ്റിൽ ഈ റാൻഡം സെല്ലർ മാർക്കറ്റ് ഈ ഒരു 2-3 കാലം സ്വീപ്പ് ചെയ്തെടുത്തത് കൊണ്ടും മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലാറ്റ്, ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ നമുക്ക് സെല്ലിംഗ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നാളത്തെ ദിവസം. അപ്പോൾ ഇതാണ് ഒരു പ്രോബബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ നാളത്തെ മാർക്കറ്റിന് ശേഷം നമുക്ക് കാണാം. സി യു ഗൈസ്, ബൈ.